നമ്മൾ കണ്ടതാണ്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരൊക്കെ തന്നെ ആ കാർ ആക്രമിക്കുകയും ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തതും, അതും നല്ല വടിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് ഇഷ്ടികയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന് വരും. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. കേസിൽ 6 പ്രതികൾ കൂടി പിടിയിലായി. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി. സാരംഗ് സുധാകരൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, 300ഓളം പ്രതികളുണ്ട്, അതിൽ 25 പേർ പിടിയിലായി. പ്രാഥമിക അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്, അതുകൊണ്ട് തന്നെ സമയം വേണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാനാണ് സാധ്യത? ജാമ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹരി, ഈ ഒരു കേസിൽ പ്രധാനമായും ഒരു ജാമ്യത്തിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം തുടക്കം തൊട്ട് തന്നെയുള്ള, അതായത് ആക്രമണ പരമ്പരയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും അത് പോലീസ് കൃത്യമായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പോലീസിന്റെ വീഡിയോ റെക്കോർഡിങ്ങുകളടക്കം ഇപ്പോൾ എല്ലാ രീതികളിലും, അതായത് എല്ലാ പ്രതിഷേധ സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അറസ്റ്റിലേക്ക് കടന്നത്. അതായത് 300ഓളം, കണ്ടാൽ അറിയാവുന്ന 300ഓളം പേരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായി ആരൊക്കെയാണ് ആക്രമണത്തിന് തുടക്കമിട്ടത്, അതിൽ കൂടുതലായി വാഹനത്തിന് ആക്രമണം നടത്തിയതും ഒപ്പം ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അത്ര എളുപ്പമാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ ഈ ഒരു പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയ ഈ ആക്രമണം നടത്തിയവരെ പിന്നീട് പാർട്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. അതായത് അകത്ത് കയറി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന മുൻ വാർഡ് കൌൺസിലർ അടക്കം അറസ്റ്റിലേക്ക് നീങ്ങിയത് പോലീസിന്റെ കടുംപിടുത്തം, അല്ലെങ്കിൽ പോലീസ് കൃത്യമായി ഒരു സ്റ്റാൻഡിൽ നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് പാളിച്ചുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ആൾക്കൂട്ടം അവിടെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതിന് വേണ്ട രീതിയിലുള്ള പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു ആഭ്യന്തര അന്വേഷണവും പോലീസിനെതിരെ ഒരു നടപടി, അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കടക്കമുള്ള ഒരു നടപടിക്കുള്ള ഒരു ശുപാർശ ഉടനടി തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയവരെ അത്ര എളുപ്പത്തിൽ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസ് നൽകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോലീസ് കോടതിയിൽ ഈ ഒരു ജാമ്യ ഹർജിയെ പ്രതിരോധിക്കുക. മാത്രമല്ല, അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പ്രതികൾക്ക്. പ്രതിഭാഗം മുന്നോട്ട് വെക്കാൻ പോകുന്നത് മറ്റ് പല കാരണങ്ങളുമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സെൻട്രൽ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വധശ്രമം നടത്തുക, വാഹനം പൂർണ്ണമായും തകർക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഹരി, ജാമ്യം കിട്ടാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായിരിക്കും ഇന്ന് ഉത്തരവ് വരാൻ പോകുന്നത്, ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളിലേക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.